ഹായ് ഗൈസ്, രാവിലെ തന്നെ ഒന്ന് എറണാകുളത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. 10:30 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പോൾ 12:30 മണിയായി. ഇപ്പോഴും എടപ്പള്ളി കഴിഞ്ഞിട്ടില്ല. അതിന് മാത്രം ബ്ലോക്കിലാണ് കിടക്കുന്നത്. ഇനിയിപ്പോൾ എറണാകുളം പോയിട്ടുള്ള കാര്യങ്ങൾ നടക്കുമെന്ന് തന്നെ സംശയമാണ്. കുറച്ച് ആൾക്കാരെ കാണാനുണ്ട്, കുറച്ച് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. ഇതൊക്കെ നടക്കുമെന്ന് ഇനി അറിയില്ല. ഇപ്പം നമ്മൾ പത്തടിപ്പാലം എത്തി. അപ്പോൾ ഈ ശനിയാഴ്ച ദിവസങ്ങളിൽ സാധാരണ ബ്ലോക്ക് ഉണ്ടാവാറുണ്ടെങ്കിലും ഇതൊരു വല്ലാത്തൊരു ബ്ലോക്കായി പോയി. എന്താ ചെയ്യുക, പോവാം, അല്ലാണ്ട് ഇപ്പം നിവൃത്തിയില്ല. കാര്യങ്ങളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പോയേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേറെന്താണ് വിശേഷങ്ങളൊക്കെ? ക്രിസ്മസ്, ന്യൂ ഇയർ കാര്യങ്ങളൊക്കെ ഓവറായി. ഓരോരുത്തരും ഓരോ ട്രിപ്പുകൾ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളും പ്ലാൻ ചെയ്തിരുന്ന ട്രിപ്പും കാര്യങ്ങളൊക്കെ അത് 8 നിലയിൽ മൂച്ചി. പിന്നെ ഇപ്പം എന്താ പറയുക, അങ്ങനെയൊക്കെ പോകുന്ന കാര്യങ്ങൾ. ഈ എടപ്പള്ളി, പത്തടിപ്പാലം, കളമശ്ശേരി ആ ഭാഗത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് കിട്ടിയത് കേട്ടോ. അവിടെയാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക്. ഏറ്റവും കൂടുതൽ എൻ്റെ അറിവിൽ എറണാകുളത്ത് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് വന്ന സ്ഥലമാണ് കളമശ്ശേരി ടു എടപ്പള്ളി. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ബ്ലോക്ക് കുറയും. പിന്നെ ബ്ലോക്ക് വരുന്നതൊക്കെ നമുക്ക് ബൈപ്പാസിലേക്കാണ് ബ്ലോക്ക് മെയിനായിട്ട് വരുന്നത്. അപ്പം അത് ഇപ്പോൾ ഏതായാലും കഴിഞ്ഞ്, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് നമ്മുടെ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 12:45 ആകുമ്പോൾ നമുക്ക് അവിടെ എത്തണമെന്ന് പ്രതീക്ഷിക്കുക. ഒരു പാർട്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആളെ കണ്ട് ആളെ കുറച്ച് സംസാരിച്ചിട്ട് ആളുടെ കുറച്ച് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. അതെല്ലാം എടുക്കണം. വേറെ എടുത്തിട്ട് വേണം. ഇനി വേറൊരാളൊരു 2 മണിയാകുമ്പോൾ കാണാനുണ്ട്. ഇതെല്ലാം കറക്റ്റ് റൂട്ടിൽ നേരത്തെ നടന്നു പോയാലും, പക്ഷേ ഈ ബ്ലോക്കാണ് നമ്മൾ ചുറ്റിക്കുന്നത്. ആരൊക്കെ ബ്ലോക്കിൽ പെട്ടിട്ടുണ്ടെന്ന്. എറണാകുളം ഭാഗത്തേക്ക് വന്ന ആൾക്കാരൊക്കെ മാക്സിമം ബ്ലോക്കിൽ പെട്ടിട്ടാണ് വന്നത്. അല്ലാതെ പിന്നെ വന്നവരൊക്കെ മെട്രോ, അതിൽ ബൈ ബസ്, അതിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്രയും ഫീൽ ആവില്ല. ബൈക്കിലും കാറിലൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഫീൽ ആവണം. അപ്പോൾ ഇനി ഏതായാലും ഇപ്പം ആദ്യത്തെ സ്ഥലത്ത് ചെന്നിട്ട് കാണാം. എന്തായാലും അവിടെ ചെന്നിട്ട് സംസാരിച്ച് അവരുടെ ഡീലെടുത്ത് സെറ്റാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് വരാം. ഓക്കെ. ഏത് ജാതി ബ്ലോക്കാ ഈ ബ്ലോക്കിൽ. ഇനി എപ്പോൾ എത്താനാ പണ്ടാരം. ഇപ്പം എത്തും എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. ഇതുവരെയായിട്ട് എത്തണമില്ല. ഒരു ബ്ലോക്കിൽ നിന്ന് ചേടുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് വരികയാണ്. ഇതുണ്ടോ, ഈ സൈഡ് കാലിയായിട്ട് കിടക്കുകയാണ്. ഈ സൈഡാണെങ്കിൽ അന്യായ ബ്ലോക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ തരും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് ഓർഡറും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കിട്ട് വരാം. അത് നമുക്ക് സാധാരണ ഫുഡ് കഴിക്കാറില്ല. എന്തെങ്കിലും ചായയും എന്തെങ്കിലും കടിയും കാര്യങ്ങളൊക്കെയാണ് കഴിക്കാറ്. ശനിയാഴ്ച ആയതുകൊണ്ടും ഞാൻ സാധാരണ രാവിലെ ഭക്ഷണം കഴിക്കൽ വളരെ കുറവാണ്. രാവിലെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉച്ചക്ക് ഒരു 1 മണി 1:30 ആകുമ്പോൾ ഫുഡ് കഴിക്കണം. കഴിച്ചില്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ വരും. ഇന്ന് രാവിലെ ഫുഡ് കഴിച്ചു. ഉച്ചക്ക് എന്തായാലും കഴിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ഫുഡ് കഴിക്കണം. ആദ്യം ഇവിടെ ഒന്ന് കയറി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഡീലാക്കണം. എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ശരി. അപ്പോൾ ഫുഡ് കഴിക്കലും പരിപാടിയൊക്കെ ഏകദേശമൊക്കെ ഒതുങ്ങി. ഇനി ഒന്ന് കളമശ്ശേരി പോകണം. നാളൊരു കല്യാണമുണ്ട്. ആ കല്യാണത്തിന് വേണ്ടിയിട്ട് ഒരു ഷർട്ട് നോക്കണം. പിന്നെ താടി മുടിയൊക്കെ നല്ല രീതിയിൽ വളർന്നേക്കാണ്. ഇത് താടി മുടിയൊക്കെ ഒന്ന് വെട്ടി ഒന്ന് സെറ്റാക്കിയിട്ട് കല്യാണത്തിന് പോകുമ്പോൾ അതിൻ്റെ രീതിയിൽ പോകണ്ടേ. അല്ലെങ്കിൽ പിന്നെ വീട്ടുകാർ തനക്ക് സമ്മാനം തരത്തില്ല. അതാണ് ഏറ്റവും വലിയ വിഷയം. പാപ്പായുമായും വൻ വിഷയം ഉണ്ടാക്കും. അപ്പം അതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ താടിയും മുടിയൊക്കെ ഒന്ന് കുറച്ചാലേ രക്ഷയുള്ളൂ. അപ്പോൾ താടിയും മുടിയും വെട്ടണം. അത് കഴിഞ്ഞ്
വീട്ടിൽ ചെന്ന് ചെറിയ 2-3 സാധനങ്ങൾ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മേടിക്കാൻ വേണ്ടി വീട്ടിൽ ചെന്നിട്ട് ഇനി വൈഫിനെയും കൊച്ചിനെയും കയറ്റിയിട്ട് വേണം ഇനി ടൗണിലേക്ക് പോകാൻ. കുറച്ച് കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അതാണ് ഇന്നത്തെ കാര്യങ്ങൾ. ഫുഡൊന്നും കാണിക്കാൻ പറ്റില്ല, ഫുഡൊന്നും കഴിച്ചില്ല എന്ന് തന്നെ പറയാം. എന്ന് വെച്ചാൽ ചായയും ഒരു കടിയും കഴിച്ചു. ഭക്ഷണം കഴിക്കാനുള്ള സമയം കിട്ടി. 2 സ്ഥലത്ത് ചോദിച്ചു, അപ്പോഴേക്കും അവിടെയൊക്കെ ചോറ് തീർന്നു പോയി. പിന്നെ കഴിക്കാൻ തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ചായയും ഒരു കടിയും കഴിച്ച് അപ്പോൾ ഉച്ചക്കത്തെ പരിപാടി അങ്ങോട്ട് ഫിനിഷാക്കി. അപ്പോൾ ഇന്ന് ഉച്ചക്കും രാവിലെ കഴിച്ചുകൊണ്ട് പിന്നെ ഉച്ചക്കും അങ്ങനെ അങ്ങോട്ട് പോയി. ഇനിയിപ്പോൾ രാത്രിയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് എന്തായാലും ഫുഡ് സെറ്റാണ്. അപ്പോൾ അത് റെഡിയാക്കണം. ഇവിടുന്ന് ഇനി പാർക്കിങ്ങിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പാർക്കിങ്ങിൽ നിന്ന് ബോട്ടിലേക്ക് ഇറങ്ങാനാണ് ഏറ്റവും വലിയ പാടാണ്. ഒരാളും ഒന്ന് വണ്ടി ചവിട്ടി തരില്ല. ഒരു ഗ്യാപ്പ് കിട്ടി, ആ ഗ്യാപ്പിലേക്ക് വണ്ടി എടുത്ത് പോവാം. അതേ നടക്കത്തുള്ളൂ. അങ്ങനെ വണ്ടി എടുത്തു. ഇനി നേരെ കളമശ്ശേരിക്ക് പോകാം. അവിടെ ഒരാളെ കാണാൻ എൻ്റെ അത് കഴിഞ്ഞിട്ടൊന്ന് പോയി മുടിയൊക്കെ വെട്ടി ഒന്ന് സെറ്റ് ആവണം. അതിന് നേരെ വീട്ടിൽ പോയി ഒന്ന് ഫ്രഷായി വൈഫിനെ കൊച്ചിനെയൊക്കെ ആയിട്ടൊന്ന് ടൗണിലേക്ക് ഇറങ്ങണം. കുറച്ച് കാര്യങ്ങൾ 2-3 ഐറ്റംസ് മേടിക്കാനുണ്ട്. അത് മേടിച്ചിട്ട് വേണം. കുറച്ച് ദിവസമായി പറയാൻ തുടങ്ങിയിട്ട് ഇത് തന്നെ, അത് വേണം. ഇനിയിപ്പോൾ ഇന്നിപ്പോൾ മേടിക്കലേ നടക്കുള്ളൂ. ഇന്ന് മേടിച്ചിട്ട് ഇപ്പം നാളെ ഞായറാഴ്ച ഒരു കല്യാണം ഇരിക്കും. ആലപ്പുഴയാണ് കല്യാണം. നമ്മുടെ ഒരു മാമാടെ റിലേറ്റീവിൻ്റെ ഒരു കല്യാണം. ഇപ്പം നാളെ രാവിലെ അങ്ങോട്ട് പോകണം ഇരിങ്ങാലക്കുട. അപ്പം പിന്നെ വേറെന്താണ്, അത്രക്കുള്ള കാര്യങ്ങൾ. നമ്മളൊരു തുടക്കക്കാരനാണ്, നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ. ശരി, അപ്പോൾ ഓക്കെ. നമ്മുടെ എറണാകുളം ടൗൺ ഹാളിൽ നമ്മുടെ നടൻ ശ്രീനിവാസൻ്റെ മറ്റേ ഇത് നടക്കുകയാണ്, പൊതുദർശനം. അതാണ് തിരക്ക്. അതായിരുന്നു ഉച്ചക്കൊക്കെ ഉണ്ടായിരുന്ന തിരക്ക്. അതിപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അവിടെ അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാർ ജനമൊക്കെ ഉണ്ട്. പുള്ളി ഒരു അടിപൊളി മെമ്പറായിരുന്നു. പുള്ളിയുടെ സിനിമകളാണ് ഇപ്പോഴും ഓരോ മീമുകളായിട്ടും കോമഡികളും ഒക്കെ ആയിട്ടൊക്കെ ഓരോ ട്രോൾസിൽ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളിയുടെ ദീർഘദർശനം എന്നൊക്കെ പറയണത് വളരെ ചുരുക്കം പേർക്കുള്ളൂ അങ്ങനത്തെ കോമഡി ക്രിയേറ്റ് ചെയ്യാനും അത് പറഞ്ഞ് ഫലിപ്പിക്കാനും. കോമഡി ക്രിയേറ്റ് ചെയ്താൽ മാത്രം പോരാ, അത് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള കഴിവ് കൂടി വേണം. അങ്ങനത്തെ ഒരു പുള്ളിയായിരുന്നു ശ്രീനിവാസൻ. അപ്പോൾ പുള്ളി എന്തായാലും ഇവിടുന്ന് പോയി. അതായിരുന്നു ഇപ്പോൾ തിരക്ക്. ഇപ്പം തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇനി പോയി ഒന്ന് മുടിയൊക്കെ വെട്ടട്ടെ. മുടിയൊക്കെ വെട്ടിയിട്ട് നമുക്കൊന്ന് വരാം. എന്തായാലും മുടി വെട്ടിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരാം. എന്തായാലും വേറെ മുടിയൊക്കെ വെട്ടി പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നേരെ വീട്ടിലേക്ക് പോയണം. ഇനി വീട്ടിൽ ചെന്നിട്ടണം ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാൻ. നേരത്തെ പറഞ്ഞല്ലോ, ഒന്ന് പെരുമ്പാവൂർ പോകണം. 2-3 സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് നാളെ കല്യാണമായിട്ട്. അപ്പം അതിന് പോകാൻ വേണം. ഏതായാലും മുടി വെട്ടിന് പിന്നെ വലിയ തിരക്കില്ലാണ്ട് കഴിഞ്ഞു. സാധാരണ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു 1 മണിക്കൂർ മിനിമം പോയി കിട്ടണം. പക്ഷെ ഇന്നെന്തോ തിരക്കുണ്ടായില്ല. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് പരിപാടി പെട്ടെന്ന് തീർക്കാൻ പറ്റി. തിരക്ക് വന്നു കഴിഞ്ഞാലാണ് വിഷയം. ഇന്ന് തിരക്കുണ്ടായില്ല, അതുകൊണ്ട് പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു. അപ്പം ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ്.
ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഓരോ വള്ളികൾ വരും. അവർ ഇൻഡിക്കേറ്റർ ഇടൂല, ഒരു സാധനം ഇടാണ്ട് വലത്തോട്ടോ ഇടത്തോട്ടോ നിലണ്ട് ഒറ്റ തിരിയാണ്ട് തിരിയും. ഒരു പണി കിട്ടണ്ടേ. വേറെന്താണ്? വേറൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇനി വീട്ടിൽ ചെന്നൊന്ന് ഫ്രഷ് ആവണമെന്ന് കുളിക്കണം. അടുത്ത പരിപാടിക്ക് പോകണം. അപ്പം ശരി. ഞങ്ങളുടെ വീടിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്ന പാടവും വൈകിട്ടൊക്കെ വന്നിരിക്കാൻ അന്യായ മൂടാണ് ഇവിടെ. വേറെ മൂടാണ്. പക്ഷെ ആകെ ഒരു വിഷയം, രാത്രി കഴിക്കാൻ ഇവിടെ ലേറ്റ് എല്ലാ സ്ഥലത്തും അവൈലബിൾ അല്ല. ബാക്കിയെല്ലാം കൊണ്ടും വൈകിട്ട് ഉച്ചക്കൊക്കെ ഇരിക്കാൻ അന്യായ രസമാണ്. നല്ല കാറ്റാണ്, അടിപൊളിയാണ്. സൂപ്പറല്ലേ? ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ വളരെ ചുരുക്കമുള്ളൂ ഇപ്പം നമ്മുടെ ഇവിടെയൊക്കെ. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ വെറുതെ മണ്ണിട്ട് വീടുകളും ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 5 മിനിറ്റിനുള്ളിൽ വീട്ടിലേക്ക് എത്തും. ഏകദേശം ഒരു 1 കിലോമീറ്റർ കൂടി ഉള്ളൂ വീട്ടിലേക്ക് എത്താൻ. അപ്പം ഇന്നത്തെ പരിപാടിയൊക്കെ ഏകദേശമൊക്കെ തീർന്നു. ഇനിയിപ്പോൾ അടുത്തത് ഇനി പെണ്ണും വൈഫും കൊച്ചുമായിട്ട് ബാക്കി നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. സാധാരണ ശനിയാഴ്ചയൊക്കെ വൈകിട്ട് എവിടെയെങ്കിലൊക്കെ പോകാറുള്ളതാണ് കൂട്ടുകാരൊക്കെ ആയിട്ട്. പക്ഷേ ശനിയാഴ്ച ഒരു പരിപാടി നിലവിലില്ല. ഓരോരുത്തരോരോ പരിപാടിയിലേക്ക് മാറിയേക്കാണ്. വീട്ടിലേക്കുള്ള വഴിയിലേക്കാണ് ഇപ്പോൾ തിരിഞ്ഞത്. ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ്, ഒരു 5 മിനിറ്റ് കൂടി ഇല്ല വീട്ടിലേക്ക് എത്താനുള്ള. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. കണ്ടിട്ട് എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിയിൽ കമൻ്റായിട്ട് ഇടുക. കാണുന്നവരിട്ടാ. ഇതിപ്പോൾ എത്ര പേര് കാണും, ആരൊക്കെ കാണും, എങ്ങനെയൊക്കെ കാണും എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. അതാണ് മെയിൻ ഇത്. ചിലപ്പോൾ ഒരാൾ കാണും, ചിലപ്പോൾ 100 പേര് കാണും, ചിലപ്പോൾ 1000 പേര് കാണും. എത്ര പേര് കണ്ടാലും സന്തോഷം. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എൻ്റെത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഫേസ് ആയിട്ട്. സാധാരണ ഇങ്ങനത്തെ ഒരു വീഡിയോ ഒന്നും ഞാൻ ഇതിലോട്ട് ചെയ്തിട്ടില്ല. കുറേ ചെയ്യണമെന്ന് വിചാരിക്കണം, പക്ഷേ ഒന്നും നടന്നിട്ടില്ല. മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വരാനുള്ള മെയിൻ ബുദ്ധിമുട്ടാണ്. അത് തന്നെയാണ് മെയിൻ കാര്യം. അപ്പം ഇത് രണ്ടും കൽപ്പിച്ചൊരു വീഡിയോ ആണ് ചെയ്തതാണ്. ബാക്കിയെല്ലാം പറഞ്ഞോടത്ത് വെച്ച് കാണാം എന്ന രീതിയിൽ നോക്കിയാണ്. അപ്പോൾ ഈ വീഡിയോ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് എഡിറ്റൊക്കെ ചെയ്തൊന്ന് സെറ്റാക്കി അപ്ലോഡ് ചെയ്യും. അപ്പോൾ കാണുന്നവരൊക്കെ മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്ത് ചെയ്യുക, അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പം ഇനി അടുത്ത വീഡിയോ എങ്ങനെയൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. അപ്പം ശരി, ശരി.